യുദ്ധത്തിന്റെ സ്റ്റാറ്റസ് അറിയാൻ രാവിലെ പത്രം വായിച്ച ഗ്യാസ് കുറ്റി ഞെട്ടിപ്പോയി. ഗ്യാസ് കുറ്റിക്ക് ക്ഷാമമായാൽ വംശനാശ ഭീഷണി നേരിടേണ്ടി വരുമല്ലോ എന്നോർത്ത് അവന് ടെൻഷനായി വയറ്റിൽ ഗ്യാസ് കയറി. എങ്കിലും തന്റെ നിലയും വിലയും അറിയാവുന്ന ഗ്യാസ് കുറ്റി ജാടയിട്ട് നിന്നു. പുട്ടുണ്ടാക്കുന്നതിനിടയിൽ മൂട്ടിൽ തീ കിട്ടിയ പുട്ടുകുറ്റി ചൂടായി. ഡേ, കുറച്ചുകൂടി ഗ്യാസ് ഇതാ, പുട്ടു വേവാൻ ചൂട് പോരാ, ഗ്യാസ് കുറ്റി വിളിച്ചു പറഞ്ഞു. അത് മതി, ഗ്യാസ് തീർന്നാൽ പുട്ടുകുറ്റിയൊക്കെ പാട്ടും പാടി ഇരിക്കേണ്ടി വരും. പുട്ടുകുറ്റിക്ക് ദേഷ്യം വന്നു. നീ അങ്ങ് ആളാകല്ലേ, 4 കല്ല് കൂട്ടി വെച്ച് വിറക് കത്തിച്ചാലും പുട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഗ്യാസ് കുറ്റിയുടെ ക്ഷമ കെട്ട് ഗ്യാസ് നിർത്തിവെച്ചു. പുട്ടുകുറ്റിയും വിട്ടുകൊടുത്തില്ല. അവൻ പറമ്പിലെല്ലാം നടന്ന് കുറച്ച് വിറക് പെറുക്കി അടുപ്പിൽ വെച്ച് കത്തിച്ച് പുട്ടുണ്ടാക്കി. ആവി കയറിയപ്പോ പുട്ടുകുറ്റി വീമ്പിളക്കി. ഗ്യാസ് ഇല്ലേലും പുട്ടുണ്ടാക്കാം കേട്ടോടാ പരട്ടെ. പക്ഷേ അപ്പോഴേക്കും വിറക് പെറുക്കിയും ഗ്യാസ് ഊതി കത്തിച്ചും പുട്ടുകുറ്റി തളർന്നിരുന്നു. ഗ്യാസ് ഉപയോഗിച്ച് ശീലിച്ചിട്ട് ഇപ്പോ അടുപ്പ് കത്തിക്കുന്നത് അത്ര സുഖകരമല്ല. എന്തൊക്കെ പറഞ്ഞാലും ഗ്യാസ് ആണ് സൗകര്യം. അവൻ തല താഴ്ത്തി ഗ്യാസ് കുറ്റിയുടെ അടുത്ത് തന്നെ എത്തി. പിറ്റേ ദിവസം എല്ലാവരും 10 മണി വാർത്ത കണ്ടുകൊണ്ടിരിക്കെ ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂടിയതറിഞ്ഞു. സകലരും ഗ്യാസ് കുറ്റിയെ ഉറ്റുനോക്കി. അവന് യാതൊരു കുലുക്കവുമില്ല. കാരണം തന്നെ ചൊറിയാൻ ഇവിടെ ആർക്കും ധൈര്യമില്ലെന്ന് അവനറിയാം. അതിനടുത്ത ദിവസം പ്രഷർ കുക്കർ പുട്ടുകുറ്റിയോട് അടക്കം പറഞ്ഞു, സംഗതി ശരിയാ, പുറത്ത് ഗ്യാസ് കുറ്റിക്ക് ശരിക്കും ക്ഷാമമായി തുടങ്ങി. ലെവനോട് മുട്ടാൻ നിൽക്കണ്ട കേട്ടോ. ആഭ്യന്തര യുദ്ധം അടുക്കളയിലേക്കും എത്തിയെന്ന് അവർക്ക് മനസ്സിലായി. എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഗ്യാസ് കുറ്റി മൈക്കെടുത്തു. ഹല്ല, ഞാൻ ഇച്ചിരി റിച്ചാണ് അറിയാലോ, കുറച്ച് ബഹുമാനമൊക്കെ ആവാം, സൂക്ഷിച്ചുപയോഗിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ ഗ്യാസ് കുറ്റിയെ വാഴ്ത്തി പാടാൻ തുടങ്ങി. അടുക്കളയുടെ നാഥനായ പൊന്നു ഗ്യാസ് കുറ്റി, ഞങ്ങളുടെ കഞ്ഞിൽ പാത്തിടല്ലട കുറ്റി, ഗ്യാസ് പിതാവേ ദൈവമേ, അവിടുത്തെ തോന്യാസങ്ങൾ തീർക്കണേ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.